മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയാൽ ഇന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് തമിഴ്നാട് വെള്ളമൊഴുക്കും. നിലവിൽ 135.6 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. സെക്കൻഡിൽ 3800 ഘനയടി ജലം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ 2117 ഘനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഈ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? കൃഷ്ണ, നിലവിൽ എന്തായാലും ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോ മണിക്കൂറിലെ കണക്കുകൾ വരുമ്പോഴും പോയിന്റ് 0.5 എന്ന നിലയിൽ ജലനിരപ്പ് കൂടുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് നിലവിൽ എന്തായാലും കൂട്ടിയിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ജലനിരപ്പ് ഉയരില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വള്ളക്കടവിലാണ്. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാൽ ആദ്യം വെള്ളം എത്തുന്ന സ്ഥലമാണ്. ജനവാസ മേഖലയാണ് ഈ വള്ളക്കടവ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ശാന്തമായി പുഴ ഒഴുകുകയാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വലിയ അളവിൽ ജലനിരപ്പ് ഉയർന്നിട്ടൊന്നുമില്ല. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം വരെ ഒരുപക്ഷെ മൂടി ഒഴുകേണ്ട സമയമാണ്. ഇപ്പോൾ മഴയുടെ ഒരു തോത് നോക്കുകയാണെങ്കിൽ. പക്ഷെ അത്തരത്തിലൊരു സാഹചര്യം നിലവിലില്ല. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം എത്തിയാൽ പോലും നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൂടെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി പോവുക അല്ലാതെ കൂടുതൽ അളവിലേക്ക് വീടുകളിലേക്കോ മറ്റും ഒന്നും വെള്ളം കയറാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ നിൽക്കുന്നതിന്റെ സൈഡിൽ തന്നെയാണ് ഈ വീടുകളെല്ലാം ഉള്ളത്. അത് കൃത്യമായി നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഒരുപാട് ഉയരത്തിലാണ്. അങ്ങോട്ടേക്കൊന്നും വെള്ളം കയറാനുള്ള ഒരു സാധ്യത ഈ വള്ളക്കടവ് ഭാഗത്തില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ആശങ്ക ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മുൻവർഷങ്ങളിലെ, അതായത് 2021 സാഹചര്യം, 2018 സാഹചര്യം, 2019 സാഹചര്യം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വെള്ളം തുറന്നു വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെല്ലാം ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 883 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുള്ള കണക്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്തുള്ളത്. ഏകദേശം 3000-ത്തോളം ആളുകൾ മാറ്റി പാർപ്പിക്കപ്പെടേണ്ടി വരും. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും, ക്യാമ്പ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും റെഡിയാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് നമ്മളും ആവർത്തിച്ച് പറയുകയാണ്. എന്തായാലും ജലനിരപ്പ് ഓരോ മണിക്കൂറിലെ കണക്ക് വരുമ്പോഴും ഉയരുന്നുണ്ട്. പക്ഷേ അത് ആശങ്കപ്പെടുത്തുന്ന അളവിലേക്കല്ല ഉയരുന്നതെന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. രാഹുൽ, ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയുണ്ടോ ഇപ്പോൾ? രാഹുൽ, പുലർച്ചയോടുകൂടി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ഒരൽപ്പം കനത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രിയിലൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെയും കാര്യമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ പുലർച്ചയോടുകൂടി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്തു. അതിന്റെ തോതിലുള്ള നീരൊഴുക്ക് ഡാമിലേക്ക് കൂടിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന അത്രയും നീരൊഴുക്കില്ല. ഇന്നലെ രാവിലെ ഏകദേശം 6000-ത്തോളം ഘനയടി വെള്ളം ഓരോ സെക്കൻഡിലും ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം 3800-ഓളം ഘനയടി വെള്ളം മാത്രമേ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുള്ളൂ. ഇന്നലത്തെ അപേക്ഷിച്ച് കുറവുണ്ട്. പക്ഷേ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വരും മണിക്കൂറുകളിൽ കൂടാനുള്ള ഒരു സാധ്യത തമിഴ്നാട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടവും അത്തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് തരുന്നത്. എന്തായാലും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ്, അവർ പരമാവധി കൊണ്ടുപോകാൻ പറ്റുന്ന വെള്ളം എന്ന് പറയുന്നത് 2300 ഘനയടി വെള്ളമാണ്. അതിന് അത്രയും തന്നെ വെള്ളം അവർ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. പെരിസ്റ്റോക്ക് പൈപ്പ് വഴിയും അതുപോലെ തന്നെ ഇറച്ചിപ്പാലം വഴിയും അപ്പർ ഡാമിലേക്ക് വെള്ളം എത്തിക്കും എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നിൽക്കുന്ന പുഴയാണെങ്കിൽ പോലും, ഇതാണ് പെരിയാർ. ഈ പെരിയാറിലാണെങ്കിൽ പോലും ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. വലിയ ആശങ്കപ്പെടുത്തുന്ന അളവിൽ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന അളവിലൊന്നും വെള്ളം ഒഴുകി പോകുന്നില്ല. ജലനിരപ്പ് അത്ര കണ്ടൊന്നും ഉയർന്നിട്ടൊന്നുമില്ല. നമ്മൾ ആദ്യമേ പറയുന്ന പോലെ തന്നെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം എത്തിയാൽ പോലും ഏകദേശം ചെറിയ അളവിൽ മാത്രമേ വെള്ളം ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് ഒഴുകുകയുള്ളൂ. നിലവിൽ 136 അടിയിൽ എത്തിയാൽ മാത്രമേ ഈ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുകി പോവുകയുള്ളൂ. അതായത് സ്പിൽവേ ഷട്ടറുകളുടെ തുടക്കം എന്ന് പറയുന്നത് 136 അടിയിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം വരുന്ന വെള്ളമാണ് കവിഞ്ഞ് ഒഴുകി പോകുന്നത്. ഷട്ടറുകൾ തുറന്നാൽ കവിഞ്ഞൊഴുകി പോവുക. ഷട്ടറുകൾ ഈ 136 അടിക്ക് മുകളിലേക്ക് എത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഒഴുകി എത്തുന്ന വെള്ളം മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. കൂടുതൽ തോതിലുള്ള വെള്ളം ഒരു കാരണവശാലും ഒറ്റയടിക്ക് ഷട്ടറുകൾ ഉയർത്തി 136 അടിയിൽ എത്തുമ്പോൾ എന്തായാലും തുറന്നുവിടില്ല. നേരത്തെ 142 അടിയിലാണ് ജലനിരപ്പെങ്കിൽ, അല്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് ഷട്ടറുകൾ ഉയർത്തുന്നതെങ്കിൽ ഓരോ മണിക്കൂറുകളിലും അതിന്റെ അളവ് ഈ ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം. രാഹുൽ, ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് രാഹുൽ വിജയൻ ഇപ്പോൾ അറിയിക്കുന്നത്.